9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി 5th ചാപ്റ്റർ ആസിഡ്സ് ബേസസ് സോൾട്ട്സ് അതിലെ 4ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആസിഡ് എന്താണെന്ന് പഠിച്ചു, ആൽക്കലി എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ് ആദ്യം തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആദ്യം എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ എക്സ്പെരിമെന്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഫോംസ് സോൾട്ട് ആൻഡ് വാട്ടർ. എന്താണ്? ആസിഡും ബേസും റിയാക്ട് ചെയ്ത സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന പ്രോസസ്സാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് ആസിഡിന്റെയും ബേസിന്റെയും ഗുണമില്ലാത്ത ഒരു സൊല്യൂഷനായിട്ട് മാറും. അതായത് സോൾട്ടും വാട്ടറുമാണ് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൾട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് ആൻ ആസിഡ് ആൻഡ് നോട്ട് ആൻ ആൽക്കലി, ആസിഡുമല്ല ആൽക്കലിയുമല്ല. വാട്ടർ എന്ന് പറഞ്ഞാലും ആസിഡുമല്ല ആൽക്കലിയുമല്ല. ദേ ആർ ന്യൂട്രൽ സൊല്യൂഷൻസ്. ദാറ്റ്സ് വൈ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ പ്രോപ്പർട്ടീസ് ഇല്ലാതായി തീരുന്ന, പ്രോപ്പർട്ടീസ് നള്ളിഫൈ ചെയ്യുന്ന, പ്രോപ്പർട്ടീസ് ഇല്ലാതായി തീരുന്ന റിയാക്ഷനെയാണ് പറയുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇതിന്റെ പ്രോഡക്റ്റ് സോൾട്ടും വാട്ടറാണ് കിട്ടുന്നത്. നമ്മൾ സോൾട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വിശദമായിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷന് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് ആ എക്സ്പെരിമെന്റ് എന്താ നോക്കാം. Take 20 ml of sodium hydroxide solution in a conical flask. ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുക്കാം. Then add drops of phenolphthalein, 1 or 2 drops of phenolphthalein indicator to the sodium hydroxide solution. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ 1-2 ഡ്രോപ്പ് ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ ആസിഡ് ആണെങ്കിൽ അതിൽ കളർലെസ് ആണ്. അതായത് ആസിഡിൽ ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ കളർലെസ് ആണ് കാണിക്കുക. ആൽക്കലിയിലാണെങ്കിൽ അത് പിങ്ക് കളർ കാണിക്കും. ആൽക്കലിയിലാണ് ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ആൽക്കലി പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഫിനോൾഫ്തലീൻ ആഡ് ചെയ്യുക. ഫിനോൾഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ ദ കളർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടേൺസ് പിങ്ക്, പിങ്ക് കളറായിട്ട് മാറും. ദെൻ ഒരു ബ്യൂററ്റിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. കാരണം ഇതാണ് ബ്യൂററ്റ്. ബ്യൂററ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, 50 ml ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുക. ഇവിടുത്തെ നോബ് തുറന്നിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുക. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നന്നായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. കോണിക്കൽ ഫ്ലാസ്കിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കളർ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങും, കളർലെസ് ആകാൻ തുടങ്ങും. കളർലെസ് ആകുമ്പോഴേക്കും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ കളർലെസ് ആകുന്ന സമയത്ത് നമുക്കൊരു സൊല്യൂഷൻ ഇതിൽ കിട്ടുമല്ലോ. ആ സൊല്യൂഷനിൽ നമുക്ക് ആസിഡിന്റെ ക്യാരക്ടർ ഉണ്ടോ ബേസിന്റെ ക്യാരക്ടർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ നോ കളർ ചേഞ്ച്. അതുപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുമ്പോഴും നോ കളർ ചേഞ്ച്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ കിട്ടിയ സൊല്യൂഷനിൽ ആസിഡിന്റെ ക്യാരക്ടറോ ബേസിന്റെ ക്യാരക്ടറോ ഇല്ല. അപ്പൊ ഇവിടെ സംഭവിച്ച എന്താണ്? ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ആൽക്കലി ആയിരുന്നു, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ആസിഡാണ്. അപ്പോൾ ഇവിടുത്തെ ആൽക്കലിയും അതായത് ബേസും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കിട്ടിയ സൊല്യൂഷനിൽ ആസിഡിന്റെ ക്യാരക്ടറും ഇല്ല, ബേസിന്റെ ക്യാരക്ടറും ഇല്ല. അപ്പോൾ അത് ന്യൂട്രലൈസ്ഡ് സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഈ സമയത്ത് നമുക്ക് ഈ കോണിക്കൽ ഫ്ലാസ്കിൽ കളർലെസ് സൊല്യൂഷൻ കിട്ടിയല്ലോ. ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയോ ഒഴിച്ചുകൂടെ ആഡ് ചെയ്ത് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ കുറച്ച് ആഡ് ചെയ്ത് നോക്കാം. ദെൻ അഗെയിൻ ദ സൊല്യൂഷൻ ടേൺസ് പിങ്ക്. സൊല്യൂഷൻ പിന്നെയും പിങ്ക് കളറാകുന്നത് നമുക്ക് കാണാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ ആഡ് ചെയ്യുവാണെങ്കിൽ അത് കളർലെസ് ആയിട്ട് മാറും. അതായത് അവിടെ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കാണിക്കുന്നത്.
The neutral solution is obtained by definite quantity of acid to base or definite quantity of base to an acid. അപ്പോൾ ഒരു നിശ്ചിതമായിട്ടുള്ള ക്വാണ്ടിറ്റി ആസിഡ് ബേസിലേക്ക് ആഡ് ചെയ്യുകയോ ഡെഫിനിറ്റ് എമൗണ്ട് ബേസ് ആസിഡിലേക്ക് ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്യൂറേറ്റിൽ എടുത്തിരുന്നത് എന്തായിരുന്നു? ആസിഡ് HCl ആസിഡും കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തത് NaOH ആൽക്കലി ബേസ് NaOH. ഇത് രണ്ടും കൂടെ, അതായത് ഇത് ആസിഡ് ആയിരുന്നു, ഇത് ബേസ്. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? HClഉം NaOHും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് സോഡിയം ക്ലോറൈഡും വാട്ടറും. നമ്മൾ പഠിച്ചു സോൾട്ടും വാട്ടറുമാണ് കിട്ടുന്നതെന്ന്. സോഡിയം ക്ലോറൈഡും വാട്ടറുമാണ് ഈ റിയാക്ഷനിൽ കിട്ടിയത്. നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പെരിമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വായിച്ചാൽ മനസ്സിലാകും. നോക്കിയാൽ NaOH സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ NaOH സൊല്യൂഷനിൽ ഫിനോൾഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് കളറാണ്? പിങ്ക് കളർ. അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആൽക്കലൈൻ നേച്ചറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പിന്നെ NaOH സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളർ പിന്നെയും റീഅപ്പിയർ ചെയ്യും. ബിക്കോസ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് NaOH ഇൻക്രീസസ്. അപ്പോൾ എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ആസിഡ് ആൻഡ് ആൽക്കലി റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു നള്ളിഫൈ ദെയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ്. സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്ത് അവയുടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് നള്ളിഫൈ ചെയ്യുന്ന, പരസ്പരം ഇല്ലാതാക്കുന്ന പ്രോസസ്സിനെയാണ്, കെമിക്കൽ റിയാക്ഷനെയാണ്. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷന് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നമ്മൾ എക്സ്പെരിമെന്റിലൂടെ കണ്ടതാണ്. അപ്പോൾ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നമ്മളത് കണ്ടു. NaOH plus HCl gives NaCl plus H2O. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കോൺസെൻട്രേഷൻ, ആസിഡിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ചേഞ്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ആസിഡ് ആൻഡ് റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ്. ഈസ് ദെയർ എനി ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് HCl? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ HClന്റെ വോളിയത്തിന് വ്യത്യാസം വരുമോ? അതായത് ഇത്ര ഡെഫിനറ്റ് എമൗണ്ട് HCl ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്, റിയാക്ട് ചെയ്ത് ന്യൂട്രൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാകും. വ്യത്യസ്ത കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ അതിന്റെ വോളിയം വ്യത്യസ്തമായിരിക്കും. ക്യാൻ യു ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? അപ്പോൾ ഇങ്ങനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷന് കൂടുതൽ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്ലേക്കഡ് ലൈം ഈസ് സ്പ്രിങ്കിൾഡ് ഇൻ ഫാംസ് ടു റെഡ്യൂസ് അസിഡിറ്റി. അപ്പോൾ ഈ മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കർഷകരൊക്കെ സാധാരണയായിട്ട് കുമ്മായ മണ്ണിൽ ചേർക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാനാണ്. അവിടെ നടക്കുന്നതും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. ആ ആസിഡും ഈ ആഡ് ചെയ്യുന്ന കുമ്മായം ഉണ്ടല്ലോ, അത് ആൽക്കലിയാണ്, ബേസ് ആണ്. അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ന്യൂട്രലായി പോകും. ദെൻ രണ്ടാമതൊരെണ്ണം, ആന്റാസിഡ്സ് ആർ യൂസ്ഡ് ടു റിമൂവ് അസിഡിറ്റി ഇൻ സ്റ്റൊമക്ക്. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ സ്റ്റൊമക്കിൽ അസിഡിറ്റി കൂടുമ്പോൾ ആന്റാസിഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഡിസിൻ ആയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആന്റാസിഡ്സ് ആണ്. അത് റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിലുള്ളത് ആസിഡാണ്, ഈ ആന്റാസിഡിൽ അടങ്ങിയിരിക്കുന്നത് ആൽക്കലീസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് ആസിഡും അല്ല ആൽക്കലിയും അല്ല എന്നുള്ള രീതിയിലായി മാറും. കോൺസെൻട്രേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. നമ്മൾ കണ്ടു നേരത്തെ HClന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ വോളിയത്തിന് ചേഞ്ച് വരുമോ എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. then നമ്മൾ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയാണ് സ്റ്റൊമക്കിലെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ ഉണ്ടാകും. നമ്മൾ കഴിക്കുന്ന ഫുഡ് അങ്ങ് ചെല്ലുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അതിന്റെ ഡൈജഷനെ സഹായിക്കുന്നത്. Then what happens when the acid level in the stomach is high? അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ, അതിന്റെ ആസിഡ് ലെവൽ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ദ അസിഡിറ്റി ഓഫ് സ്റ്റൊമക്ക് ഇൻക്രീസസ്. അല്ലെ, സ്റ്റൊമക്കിലെ അസിഡിറ്റി കൂടും. അതാണ് അസിഡിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കില്ലേ, അതിന് കാരണം. Then what do we do in such situation? അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എന്താ കാണിക്കുക? എന്ത് ചെയ്യും? ടേക്ക് ആന്റാസിഡ്സ്. അപ്പോൾ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റാസിഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആന്റാസിഡ്സ് എന്താന്ന് നോക്കാം. എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്റ്റൊമക് ഹെൽപ്സ് ദ ഡൈജഷൻ പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ബട്ട് ആൻ ഇൻക്രീസ് ഇൻ ദ ആസിഡ് ലെവൽ റിസൾട്ട്സ് ഇൻ അസിഡിറ്റി വിച്ച് മൈ ലീഡ് ടു പെപ്റ്റിക് അൾസർ ആൻഡ് ക്യാൻസർ.
അപ്പോൾ ഈ ആസിഡിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് പെപ്റ്റിക് അൾസർ പോലുള്ള അസുഖങ്ങൾ, ക്യാൻസർ ഇതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് സ്റ്റൊമക്കിൽ ഉണ്ടാകുന്നത്. ആന്റാസിഡ്സ് ആർ മെഡിസിൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് അസിഡിറ്റി ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്കിലെ ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ആന്റാസിഡ്സ്. കെമിക്കൽസ് ലൈക്ക് കാൽസ്യം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആർ ദി മെയിൻ കമ്പോണൻസ് ഓഫ് ആന്റാസിഡ്സ്. അപ്പോൾ ഈ ആന്റാസിഡ്സ് അടങ്ങിയിരിക്കുന്ന ആന്റാസിഡ്സിൽ സാധാരണയായിട്ട് ആൽക്കലീസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെയാണ് ആന്റാസിഡ്സിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ആന്റാസിഡ്സ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള അസിഡിറ്റി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ സ്റ്റൊമക്കിൽ, ആ ആസിഡും ഈ ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്ത് അവിടെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കയ്യിൽ ഒരു ഉറുമ്പ് കടിച്ചു എന്ന് വിചാരിക്കാം. ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ നീറ്റലുണ്ടാകും അല്ലേ? എന്നിട്ട് നമ്മളത് അതങ്ങ് കളയും, ചെറിയൊരു നീറ്റലുണ്ടാകും. അതിന് കാരണം എന്താ? ഒരു നീറ്റലുണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഉറുമ്പിൽ ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്. അപ്പോൾ ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ഫോമിക് ആസിഡാണ് നമ്മുടെ ബോഡിയിലേക്ക് അത് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉറുമ്പ് കടിക്കുമ്പോൾ ഒന്നും ചെയ്യാറില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ചൊറിച്ചിലും നീറ്റലും ഒക്കെ അങ്ങ് പോകും അല്ലേ? ഇനി നമ്മൾ അതിനൊരു ഓയിൻമെന്റ് പുരട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അത് എന്ത് കണ്ടന്റ് അടങ്ങിയ ഓയിൻമെന്റ് ആയിരിക്കും? ബേസ് ഉള്ളതായിരിക്കും അല്ലേ? ബേസ് അല്ലെങ്കിൽ ആൽക്കലി അതുള്ള ഓയിൻമെന്റ് ആയിരിക്കും നമ്മളതിൽ പുരട്ടുന്നത്. അപ്പോൾ അത് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ആ ആസിഡും, അതായത് ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്തത്, ആ ആസിഡും ഈ നമ്മൾ പുരട്ടുന്ന ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് അവിടെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ന്യൂട്രലായിട്ട് പോകും. ആസിഡിന്റെ കറക്റ്റും വരില്ല, ബേസിന്റെ കറക്റ്റും വരില്ല. അപ്പോൾ അത് അവിടെ രണ്ടിന്റെയും ഗുണങ്ങൾ ഇല്ലാതായി തീരും. അപ്പോൾ അങ്ങനെ അതിന്റെ നീറ്റിൽ പെട്ടെന്ന് അവിടുന്ന് മാറും. അപ്പൊ നമ്മൾ നേരത്തെ മണ്ണില് അസിഡിറ്റിയുടെ അളവ് കൂടുന്ന കാര്യം പറഞ്ഞു അല്ലേ? ഇനി ആൽക്കലിയുടെ അളവ് കൂടാൻ പാടില്ലേ? അസിഡിറ്റി മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ ആൽക്കലി ലെവലും ഇൻക്രീസ്ഡ് ആയിരിക്കും മണ്ണിൽ. അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യാം? നമ്മൾ ആസിഡിന്റെ അളവ് കൂടുമ്പോൾ ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉപയോഗിക്കും, ബേസിന്റെ ലെവൽ കൂടുമ്പോൾ അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യും. അപ്പോൾ it can be possible only if the property of the soil is known. അപ്പൊ നമുക്ക് സോയിലിന്റെ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിലേ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. How we can express the strength of substances with acidic or alkaline nature. അപ്പോൾ അസിഡിക് നേച്ചർ ആണോ ആൽക്കലൈൻ നേച്ചർ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്? ഒരു സബ്സ്റ്റൻസ് കിട്ടിയാൽ നമുക്കത് അസിഡിക് നേച്ചർ ആയിരിക്കോ ആൽക്കലൈൻ നേച്ചർ ആയിരിക്കോ എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേം ആണ് pH വാല്യൂ. അപ്പോൾ അസിഡിക് നേച്ചർ ആണോ ആൽക്കലൈൻ നേച്ചർ ആണോ ഒരു സബ്സ്റ്റൻസ് കിട്ടിയാൽ അത് അസിഡിക് നേച്ചർ ആണോ ആൽക്കലൈൻ നേച്ചർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേം ആണ് pH വാല്യൂ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്